മോർണിംഗ് ഷോവിൽ ചാപ്ലിൻ ഫിലിംസ് വരാറുണ്ട്. കണ്ടു നോക്ക്. ഒരു കല്യാണ വിരുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറയുന്നു, അയാൾക്ക് ഒട്ടും ചേർച്ചയില്ല പെണ്ണ്. എന്തു കണ്ടിട്ടാ അയാൾ സമ്മതിച്ചത്? ഞങ്ങൾ സ്കൂട്ടറിലായിരുന്നു. ഭാസ്കരേട്ടൻ പറഞ്ഞു, ദാ ആ കാണുന്ന സ്ഥലം മുഴുവൻ ചേരി പ്രദേശമാണ്. രാത്രിയിൽ എയർപോർട്ടിലേക്ക് വിമാനം താഴുമ്പോൾ നോക്കണം, മനോഹരം. 1000 വിളക്കുകളുടെ ഭംഗി. സ്ഥലം ഇതാണ്. ആർ നോക്കുന്നു, എവിടെ നിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭംഗിയും വൈരൂപ്യവുമൊക്കെ. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഭാസ്കരേട്ടൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ. കേട്ടാൽ മതിയാവില്ല. ഞാൻ പറഞ്ഞു വന്നത് പെരുമഴ തുടങ്ങിയതിൻ്റെ പിറ്റേന്നത്തെ വെള്ളിയാഴ്ചത്തെ പറ്റിയല്ലേ. കാലം തെറ്റി വന്ന വർഷത്തിൻ്റെ 2ാം ദിവസം ഉച്ചയ്ക്ക് അമ്മിണിയെയും സരോജിനിയേടത്തിയെയും ഒന്ന് വിളിക്കുന്നത് പതിവാണ്. അത് കഴിഞ്ഞ് വെറുതെ ആപ്പീസിലേക്ക് ഭാസ്കരേട്ടനെയും ഒന്ന് വിളിക്കും. ഞാൻ വിളിച്ചില്ലെങ്കിൽ അമ്മിണി ഇങ്ങോട്ട് വിളിക്കും. ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാൻ കിടക്കുന്ന നേരം നോക്കിയേ വിളിക്കൂ. ഒരു പിടി അരി കുക്കറിൽ വെച്ചു. ഇന്നലത്തെ കൂട്ടാൻ ചൂടാക്കി. പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. ശബ്ദമില്ലാത്ത, കാറ്റില്ലാത്ത മഴ എന്തുകൊണ്ടോ മനസ്സിൽ വല്ലാത്ത ഭയമുണ്ടാക്കി. ഇത് അവസാനിക്കില്ല എന്ന തോന്നൽ. കൽപ്പാന്തകാലത്തെ പ്രളയം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അമ്മിണിയുടെ നമ്പർ ഡയൽ ചെയ്തു. കിട്ടുന്നില്ല. അമ്മിണി ഇടയ്ക്ക് കാളനുണ്ടാക്കിയാൽ കൊടുത്തയക്കും. ഭാസ്കരേട്ടന് കാളൻ ഇഷ്ടമാണ്. അമ്മിണി തന്ന കുറിപ്പടി അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി. ശരിയായില്ല. കേരളത്തിലെ നാടൻ പാചകകലയെപ്പറ്റി പുസ്തകം എഴുതണമെന്ന് പറയുന്ന ആളെ തൃപ്തിപ്പെടുത്താൻ കുറേ പ്രയാസമാണ്. അമ്മിണിയുടെ നമ്പർ കിട്ടുന്നില്ല. സരോജിനിയേടത്തിയുടെ നമ്പർ ഒന്ന് തിരിച്ചു നോക്കി. ഭർത്താവ് മരിച്ച ശേഷം സരോജിനിയേടത്തി ബോംബെയിൽ തന്നെ കഴിയുകയാണ്. ഒറ്റയ്ക്ക്. 70 വയസ്സായി. കൊല്ലത്തിലൊരിക്കൽ മലയാളികളുടെ ഓണാഘോഷത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കും. 6 കൊല്ലം മുൻപ് വരെ ഞാനും കൂടിയിരുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കം 4-5 മാസം മുൻപേ തുടങ്ങും. ആഘോഷം കഴിഞ്ഞാൽ പോരായ്മകളെപ്പറ്റി ഒരു 3 മാസം പറഞ്ഞുകൊണ്ടേയിരിക്കും. കൊല്ലത്തിലൊരു കൈകൊട്ടിക്കളി നടത്താൻ വേണ്ടിയാണ് സരോജിനിയേടത്തി ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആ നമ്പറും കിട്ടുന്നില്ല. ഭാസ്കരേട്ടൻ്റെ നേരിട്ടുള്ള ഓഫീസ് നമ്പർ ശ്രമിച്ചു നോക്കി. ഇല്ല. പെരുമഴ കാരണം ടെലിഫോൺ കേടുവന്നിരുന്നു. അത്ഭുതം. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. ഇഴയുന്ന നനുത്ത ശബ്ദം. ഹലോ, ഈസ് ഇറ്റ് മിസ്സസ് ഭാസ്കർ? യെസ്. ഓ, നമ്മളറിയില്ല. എനിക്കറിയാം. എൻ്റെ പേർ മിസ്സസ് ഗാഡ്ഗിൽ. ഞാൻ ഷേഫാലിയുടെ അമ്മയാണ്. ഷേഫാലി ഭാസ്കർ സാബിൻ്റെ സെക്രട്ടറി. ഓ, അറിയാം. ഷേഫാലി എന്നാണ് പേരെന്നറിയില്ല. മിസ് ഗാഡ്ഗിൽ എന്ന് കേട്ടിട്ടുണ്ട്. 1-2 തവണ വിളിച്ചിരുന്നു. ഓഫീസ് കാറിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട് തോന്നുന്നു. എന്താ മിസ് ഗാഡ്ഗിൽ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നേയുള്ളൂ. ഭാസ്കർ സാബ് പറഞ്ഞ് എല്ലാം അറിയാം. ഇപ്പോൾ ആരോഗ്യം എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ഭാസ്കർ സാബിൻ്റെ കൂടെ ഡോളി പോയിട്ടുണ്ട്. വീട്ടിൽ അവളെ ഡോളി എന്നാ വിളിക്കുക. അദ്ദേഹം ട്രെയിനിലോ കാറിലോ പോയത്? അറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ചാൽ ദേഷ്യമാണ്. ടാക്സിയിൽ പൂനെയിൽ പോകുമോ അതോ സ്റ്റേഷനിൽ ഇറങ്ങുമോ? അറിയില്ല. ഭയങ്കര മഴ. എൻ്റെ 53 കൊല്ലത്തെ ആയുസ്സിനിടയ്ക്ക് ഇത്ര ഭയങ്കര മഴ ബോംബെയിൽ പെയ്തിട്ടില്ല. പൂന റൂട്ടിൽ 3 ചുരമിടിഞ്ഞിട്ടുണ്ടെന്ന് റേഡിയോവിൽ പറഞ്ഞു. ഉവ്വോ, ഞാൻ റേഡിയോ കേൾക്കാറില്ല. കാറിലാണെങ്കിൽ കഷ്ടപ്പെടും. അവൾ പോകുമ്പോൾ ഞാൻ കുളിമുറിയിലായിരുന്നു. ആപ്പീസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ, മിസ്സസ് ഗാഡ്ഗിൽ എൻ്റെ ഫോണിൽ പുറത്തേക്ക് കിട്ടുന്നില്ല. ആകെ നിങ്ങളുടെ ഈ കോളാണ് ഇതുവരെ വന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് എന്നെ വിളിക്കൂ. മിസ്സസ് ഗാഡ്ഗിൽ. ഞാൻ മൃണാൾ. എന്നെ പേര് വിളിച്ചാൽ മതി. രുക്മിണിജി. ഞങ്ങൾക്ക് നന്നായി അറിയാം. ദുബായിലെ മകൾ, അമേരിക്കയിലെ മകൾ, അവരുടെ കുട്ടികൾ ഒക്കെ സാബ് പറഞ്ഞിട്ട് അറിയാം. സന്തോഷം മൃണാൾ. മൃണാളിനിയുടെ ചുരുക്കമാവാം മൃണാൾ അല്ലേ? അവർ രസിച്ച് ചിരിച്ചു. അവർ ഫോൺ വെച്ചപ്പോൾ മുൻപൊരിക്കൽ ശ്വാസം മുട്ടലിനോടൊപ്പം നെഞ്ചിൽ വന്ന വേദന വീണ്ടും വരുന്നു എന്ന് സംശയം തോന്നി. ഭാസ്കരേട്ടൻ സെക്രട്ടറിയുടെ വീട്ടിൽ പോയ കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഷേഫാലിക്ക് എന്ത് പ്രായം വരും? ആയമ്മയ്ക്ക് 53 വയസ്സ്. ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് വയസ്സ് പറയുന്നു. അപ്പോൾ മകൾക്ക് 20-ഓ 30-ഓ അതിനടുത്തോ ആവാം. ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. മൃണാളിന് വിവരം വല്ലതും കിട്ടിക്കാണും. നോക്കുമ്പോൾ എന്തൊരാശ്വാസം. അമ്മിണിയാണ്. അമ്മിണി, എന്താ വിളിക്കാത്തത്? എനിക്ക് എവിടെയും വിളിച്ചാൽ കിട്ടുന്നില്ല. എനിക്ക് കരച്ചിൽ വരുന്ന പോലെ. ഞാൻ കുറേ നേരമായി അങ്ങോട്ട് ഡയൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അവിടെയും പെരുമഴ തന്നെ. ഭർത്താവ് പുറത്ത് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആപ്പീസിൻ്റെ താഴത്തെ നില ഗോഡൗണാണ്. അതിൽ മുഴുവൻ വെള്ളമാണ്. അമ്മിണി, നിർത്തല്ലേ. എനിക്ക് പുറത്തേക്ക് വിളിക്കാൻ പറ്റില്ല. വിളിച്ചാൽ കിട്ടില്ല. ഭാസ്കരേട്ടൻ പൂനെക്ക് പോയിരിക്കുകയാണ്. കാറിലോ ട്രെയിനിലോ എന്നറിയില്ല.
ഈ മഴയത്ത് ആരെങ്കിലും പുറത്തിറങ്ങുമോ രുക്മിണി? ഭാസ്കരേട്ടൻ എന്തിൻ്റെ കേടാ? ആപ്പീസ് കാര്യം നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ ഭൂകമ്പം വന്നാലും മാറ്റില്ല. ഭാസ്കരേട്ടൻ്റെ പ്രകൃതം അമ്മിണിക്കറിഞ്ഞൂടെ? ചുരമിടിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു. എന്നാൽ മടങ്ങിപ്പോരും, അല്ലാതെന്താ? വെറുതെ പരിഭ്രമിക്കാണ്ടിരിക്കൂ. ഭാസ്കരേട്ടൻ്റെ ഓഫീസിൽ ഒന്ന് വിളിച്ചു ചോദിക്കൂ. പൂനെയിലേക്ക് എങ്ങനെയാണ് പോയത്? താമസം എവിടെയാവും എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയൂ. വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞോളൂ. എന്നിട്ട് അമ്മിണി എന്നെ വിളിക്കണം. വിളിക്കില്ലേ? ഉറപ്പല്ലേ? അമ്മിണിയിലൂടെയാണ് ഇനി പുറത്തെ ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള വഴി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. ഒരു പിടി വാരിത്തിന്നു. അപ്പോൾ അകത്ത് പെട്ടെന്ന് ഇരുട്ട് വരുന്നു. എവിടെയോ മയങ്ങിക്കിടന്ന കാറ്റ് ചീറിക്കൊണ്ട് മലയോടൊപ്പം ചേർന്നു. പുറത്തെ വേപ്പുമരങ്ങൾ താഴുന്നതും ചുരുണ്ടുലയുന്നതും കണ്ടപ്പോൾ കാറ്റിൻ്റെ ശൗര്യം ചെറുതല്ല എന്ന് മനസ്സിലായി. തുറന്നു കിടന്ന ജനാലകളെല്ലാം ഞാൻ അടച്ച് കൊളുത്തിട്ടു. ഉച്ചയാണെങ്കിലും അകത്ത് കൂരിരുട്ട്. നടുവിലെ ഡോം ലൈറ്റ് ഇട്ടു. ഫോൺ ശബ്ദിച്ചു. അമ്മിണിയാണെന്ന് കരുതി എടുത്തപ്പോൾ മൃണാൾ ഗാഡ്ഗിൽ. നോക്കൂ മിസ്സസ് മൃണാൾ ഗാഡ്ഗിൽ, ഞാൻ പറഞ്ഞുവോ എനിക്ക് പുറത്തേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ഓഫീസിൽ വിളിച്ചന്വേഷിക്കൂ. അവരെവിടെയാണ് മുറികൾ ബുക്ക് ചെയ്തത് എന്നറിയൂ. പക്ഷേ രുക്മിണിജി എങ്ങനെ പുനെയിലെത്തും? കാൺലയിൽ 1000-ഓളം വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണത്രേ. ഓഫീസിൽ ഞാൻ വിളിച്ചു, അവർക്ക് വിവരമില്ല. ഭാസ്കർ സാബ് ആപ്പീസിലും അത്യാവശ്യം പേരോടെ സംസാരിക്കൂ. പക്ഷേ രുക്മിണിജി ഒന്നും പരിഭ്രമിക്കേണ്ട. ഭാസ്കർ സാബിനെ പോലെ ലോകപരിചയം, മെച്യൂരിറ്റി ഒക്കെയുള്ള ആളാവുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അതും ശരിയാണ്. ആപത്ത് ആകെ വളഞ്ഞു നിന്നാലും പരിഭ്രമിക്കാത്ത പ്രകൃതമാണ്. ചുരമിടിഞ്ഞത് കണ്ടാൽ തിരിച്ചു പോരാൻ വഴി കണ്ടെത്തും. ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. നിർത്താതെ മൃണാൾ ഗാഡ്ഗിൽ സംസാരിക്കട്ടെ. ആരുടെയെങ്കിലും ശബ്ദം കേട്ടുകൊണ്ടിരുന്നാൽ ആശ്വാസമുണ്ട്. കമ്പ്യൂട്ടർ അറിയില്ല എന്ന് പറഞ്ഞ് ഷേഫാലിയെ പിരിച്ചുവിടാൻ കമ്പനി നിശ്ചയിച്ചതല്ലേ? ഭാസ്കർ സാബിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സ്ഥിരപ്പെടുത്തിയത്. ശരിയാണ്, അദ്ദേഹത്തിന് വലിയ ഭൂതദയയാണ്. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും ഞാനും പിരിഞ്ഞതാണ്. ഭാസ്കർ സാബ് എന്ന് വെച്ചാൽ അവൾക്ക് ദൈവം പോലെയാണ്. ഓ, അദ്ദേഹത്തിനും വലിയ വാത്സല്യമാണ്. അഹമ്മദാബാദിൽ പോയപ്പോഴും ആപ്പീസിൽ നിന്ന് അവളെ മാത്രമാണ് വിളിച്ചത്. അഹമ്മദാബാദിലേക്ക് സർക്കുലേഷൻ മാനേജറും ഫൈനാൻസ് മാനേജറും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. സെക്രട്ടറിയുടെ കാര്യമേ പറഞ്ഞില്ലല്ലോ. സാബിന് അവൾ വാങ്ങിക്കൊടുത്ത ജീൻസ് ഇഷ്ടമായില്ലേ രുക്മിണിജി? എന്ത് ജീൻസ്? ഓ, ഞാൻ സമൃദ്ധമായി ചിരിച്ചു. വളരെ ഇഷ്ടം. ഷേഫാലി നിർബന്ധിച്ചതുകൊണ്ടാവും വയസ്സുകാലത്ത് ജീൻസ്. വയസ്സ് നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ബലമനുസരിച്ചല്ലേ രുക്മിണിജി? ഷേഫാലിയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ വരുമെന്ന് വിചാരിച്ചു. ഞാൻ എന്താണിതിന് വിശദീകരണം കൊടുക്കേണ്ടത്? സാബ് പറഞ്ഞു. പെട്ടെന്ന് തലചുറ്റലും ഛർദിയും തുടങ്ങിയെന്ന്. സാബ് മാത്രമായിരുന്നു ഗസ്റ്റ്. പിന്നെ എൻ്റെ ചില കുടുംബക്കാർ. സാബ് അന്ന് കൊടുത്ത വാച്ചാണ് അവൾ ഇപ്പോൾ സ്ഥിരമായി കെട്ടുന്നത്. ഇപ്പോൾ ഫോറിൻ സാധനങ്ങളൊക്കെ ഇവിടെയും ഇഷ്ടം പോലെ കിട്ടും അല്ലേ? ഓ പിന്നെന്ത്, ധാരാളം കിട്ടും. അല്ലെങ്കിലും രുക്മിണി, നിങ്ങൾക്ക് എന്താ പ്രയാസം? 2 പെൺമക്കളും വിദേശത്താവുമ്പോൾ ഫോൺ കിട്ടാതിരുന്നാൽ പ്രയാസമാണ്. ഞാൻ ഇനിയും വിളിക്കും. ഭാസ്കർ സാബായതുകൊണ്ട് എനിക്കൊരു പരിഭ്രമവുമില്ല. അവർ കുറച്ചുറക്കെ ചിരിച്ചുകൊണ്ട് പിന്നെയും കുറേ നേരം സംസാരിച്ചു. ഫോൺ വെച്ചു. എൻ്റെ പിറന്നാൾ കഴിഞ്ഞ് വളരെ കൊല്ലങ്ങളായി. തന്ത്രപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തണം. കുട്ടികൾ കൂടെയുണ്ടായിരുന്നപ്പോൾ ഓരോ കാർഡ് സമ്മാനിക്കും. മെനി ഹാപ്പി റിട്ടേൺസ് പറയും. സായിപ്പുമാരുടെ ആചാരോപാചാരങ്ങൾ പാലിക്കുന്നതിൽ നിർബന്ധമാണെങ്കിലും പിറന്നാൾ, കല്യാണ വാർഷികം ഇതൊന്നും ഭാസ്കരേട്ടൻ ഓർമ്മിക്കാറില്ല. പുറത്തെ കാറ്റ് അസ്വസ്ഥമായ മനസ്സിനകത്തും ഇപ്പോൾ ചുറ്റിത്തിരിയുകയാണോ? ഞാൻ മനസ്സിൽ നാമം ജപിച്ചു. എന്നെ ശാസിച്ചു. കുട്ടികൾ 2ഉം വിദേശത്ത് പോയ ശേഷം ഭാസ്കരേട്ടന് വിഷമമുണ്ടാവും. അവൾ വിനയത്തോടെ പെരുമാറുമ്പോൾ വാത്സല്യം തോന്നുന്നത് അത്ഭുതമല്ല. ഞാൻ എന്നെ തന്നെ ശകാരിച്ചു. 67 വയസ്സായ ഒരു പാവം മനുഷ്യനാണെന്ന് നീ ഓർക്കാത്തതെന്ത്? വേണ്ടത്ര ശ്രദ്ധിക്കാത്ത വാക്കുകൾ വീണ്ടും പിടിച്ചെടുത്തു. അദ്ദേഹത്തിന് പ്രായമായെങ്കിലും മനസ്സിനെപ്പോഴും നല്ല ചെറുപ്പമാണ് അല്ലേ രുക്മിണിജി? അതിനെന്താണ് ഞാൻ മറുപടി പറഞ്ഞത്? മൂളിയോ? അതോ വെറുതെ ചിരിച്ചോ? മനസ്സും ശരീരവും ഒരുപോലെ ചെറുപ്പമായിരുന്ന കാലത്തെപ്പറ്റി എനിക്കറിയാം. വളരെ മുൻപ് രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ എൻ്റെ ശരീരത്തെ ആക്രമിച്ച് വശം കെടുത്തിയിരുന്ന കാലം. ഞാൻ പതുക്കെ നടന്ന് അടച്ച ജനാലയ്ക്ക് പിന്നിൽ ചെന്നു നിന്നു. വാഴകൾ മടങ്ങി തലകുത്തിയിരിക്കുന്നു. ഒരു വേപ്പുമരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് തൂങ്ങുന്നു. കലിയടങ്ങാത്ത കാറ്റ് മഴ പെയ്തുകൊണ്ടേയിരുന്നു. സന്ധ്യ വരെ പിന്നെ ഫോൺ ശബ്ദിച്ചില്ല.
ദൂരെ പോകുമ്പോഴൊക്കെ എത്തിയാൽ വിളിക്കുക പതിവാണ്. പുറപ്പെടുന്ന സമയവും പിന്നീട് വിളിച്ചു പറയും. കാൺലയിൽ ചുരമിടിഞ്ഞാൽ തിരിച്ചു പോരുക തന്നെ വേണം. പഴയ കമ്പനിയിലായിരുന്ന കാലത്ത് ഇടയ്ക്കിടെ പൂനെയിൽ പോയിരുന്നു. കൂടെയുള്ളവർ ഹോട്ടലിൽ താമസിക്കുമ്പോഴും ഭാസ്കരേട്ടൻ ഒരു ഗസ്റ്റ് ഹൗസിലാണ് പതിവെന്ന് ഓർമ്മ വന്നു. കൃഷിവകുപ്പിൻ്റെ കോളേജ് അതോ സർവകലാശാലയോ? രാവിലെ നടക്കാൻ ചുറ്റും വിശാലമായ സ്ഥലമുള്ളതുകൊണ്ടാണെന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വന്നു. വലിയ ഹോട്ടലുകളേക്കാൾ സൗകര്യമുണ്ടത്രേ അതിഥിമുറികൾക്ക്. ഫോൺ ശബ്ദിച്ചു. ആശ്വാസം അമ്മിണിയാണ്. പരിഭവത്തോടെ ഞാൻ ചോദിച്ചു, എത്ര നേരമായി അമ്മിണി? എനിക്ക് പുറത്തേക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കരച്ചിൽ വന്നത് ഒതുക്കി. ഒരു 100 പേരെങ്കിലും ഈ നഗരത്തിൽ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇവരിൽ ആർക്കെങ്കിലുമൊക്കെ ഇടവിട്ട് എന്നെ വിളിച്ചുകൂടെ? ഞാൻ കൊടുങ്കാറ്റിൻ്റെയും പ്രളയത്തിൻ്റെയും നടുവിൽപ്പെട്ട ചെറിയ വീട്ടിൽ തടവിൽ. നോക്കൂ അമ്മിണി, പോകുമ്പോഴൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസ്. അഗ്രികൾച്ചറൽ കോളേജോ യൂണിവേഴ്സിറ്റിയോ രണ്ടാലൊന്ന്. എങ്ങനെയെങ്കിലും നമ്പർ തേടിപ്പിടിക്കൂ. ശങ്കരേട്ടന് പൂനെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും എത്തിയോ എന്ന് അന്വേഷിച്ച് കിട്ടിയാൽ വിവരമൊക്കെ ചോദിച്ചറിഞ്ഞ് എന്നെ വിളിക്കൂ. വിളിക്കില്ലേ അമ്മിണി? ഞാനിപ്പോൾ... അമ്മിണിയുടെ സ്വരം മാറുന്നു. ഞാൻ വല്ലാത്ത ശല്യമായി തീരുകയാണോ? അമ്മിണി ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ചു. അകത്ത് ഇരുട്ടുകൂടി. 2 വിളക്കുകൾ കൂടി തെളിച്ചു. മഴ അപ്പോഴും പകവീട്ടുന്ന വാശിയോടെ പെയ്തുകൊണ്ടേയിരുന്നു. ഈ നഗരത്തെ രക്ഷിക്കുന്ന മഹാലക്ഷ്മിക്കും അടുത്തു കാണും. മനുഷ്യർ അത്ര ദുഷ്ടരായിരിക്കുന്നു. എന്നും കേൾക്കുന്നത് കൊള്ളയും കൊലയും ബലാത്കാരവും തൊട്ടിക്കൊണ്ടുപോകലും. നഗരത്തെ ശിക്ഷിക്കാൻ മഹാലക്ഷ്മിയും അനുവദിച്ചിട്ടുണ്ടാവണം. കാലും മുഖവും കഴുകി വിളക്കിൽ ഒരു പുതിയ തിരിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ചു. ഭഗവാനേ ഭഗവാനേ, യാത്രയിൽ അപകടമൊന്നുമില്ലാതെ വേഗം തിരിച്ചെത്തണം. രാത്രിയിൽ മടങ്ങിയെത്താത്ത യാത്രകളാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു. കൃഷ്ണയുടെ മകളോടോ മിസ്സിസ് ചാറ്റർജിയുടെ വീട്ടിലെ വേലക്കാരൻ പയ്യനോടോ വന്നു കിടക്കാൻ ഏർപ്പാട് ചെയ്യും. 3-ാം ദിവസം തിരിച്ചെത്തുമെന്ന് പറഞ്ഞു പോയിട്ട് അഹമ്മദാബാദിൽ നിന്ന് 5-ാം ദിവസമാണ് വന്നത്. രാത്രി കൃഷ്ണയുടെ മകൾ വന്ന് പാതിര വരെ TV കണ്ടിരിക്കും. ഞാൻ ഉറങ്ങും. ആരുമില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. കോളനി ആയതുകൊണ്ട് അടുത്തടുത്ത് വീടുകൾ. പഠിക്കൽ പാറാവുകാരൻ. എന്നാലും ആരെങ്കിലും വീടിനകത്തുണ്ടായാൽ സമാധാനമാണ്. മുൻവശത്തെ വാതിൽ അല്പം തുറന്നു നോക്കി. കാറ്റും മഴത്തുള്ളികളും കരിയിലകളും അകത്തേക്ക് പാഞ്ഞു കയറിയപ്പോൾ വാതിലടച്ചു. അപ്പോൾ മൃണാൽ ഗാഡ്ഗിൽ വീണ്ടും വിളിക്കുന്നു. ഞാൻ കുറേ നേരമായി നമ്പർ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് രുക്മിണിജി? വിശേഷിച്ചൊന്നുമില്ല. മഴക്കാലത്താണ് ശ്വാസം മുട്ടൽ കൂടുക. വിഷമം ഒന്നുമില്ലല്ലോ. മുൻപ് ഒരു ആൻറ്റിന പ്രശ്നവും വന്നുവല്ലേ? ഇപ്പോൾ ഇല്ല മൃണാൾ, സുഖം. കോളനി ആയതുകൊണ്ട് ചുറ്റും ധാരാളം വീടുകളുണ്ടല്ലോ. ഞങ്ങളുടേത് ഫ്ലാറ്റാ. വളരെ പഴയ ഫ്ലാറ്റ്. പക്ഷേ ധാരാളം സ്ഥലമുണ്ട്. 4-ാം നിലയിലാണെന്ന ഒറ്റ കുഴപ്പമേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്ന മനുഷ്യ ശബ്ദങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇവരിനെ വിളിക്കരുതേ എന്ന് തോന്നി. വിവരം ഒന്നും അറിഞ്ഞില്ല. ഇല്ല, ഡോളി വിളിച്ചില്ല. ഞാൻ തന്നെ ഫോൺ വെച്ചു. ടെലിവിഷൻ തുറന്നു. ഓ, വാർത്തകൾ കഴിഞ്ഞിരിക്കുന്നു. സിനിമാ പാട്ടാണ്. അരക്കെട്ട് വെട്ടിച്ച് അഭ്യാസം കാട്ടി ചെറുക്കൻ്റെ ദേഹത്തിൽ കയറിക്കൂടുന്ന പെണ്ണിൻ്റെ പാട്ട്. 30 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട്. ഒരു മലയാള സിനിമ ഇവിടെ പത്രക്കാർക്ക് കാണിക്കാൻ വന്നവർ വിളിച്ചപ്പോൾ കൂടെ പോയിരുന്നു. അതും നോക്കട്ടെ. 80-ലോ 81-ലോ ആണ്. വാസന്തിയെ ഗർഭമുണ്ടായിരുന്ന കാലത്താണ് അവസാനം ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോയത്. ആനയെപ്പറ്റി എന്തോ സിനിമ. ആന നായകനെ രക്ഷിക്കുന്നു. കാട്, അടിപിടി. മരിച്ചു കിടക്കുന്ന ആനയെ നോക്കി നായകൻ അതിൽ വളരെ നേരം പാടുന്നുണ്ട്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നനഞ്ഞു കുതിർന്ന തണുപ്പ്. എന്നാലും ദാഹം തോന്നി. 3 ഗ്ലാസ് വെള്ളം കുടിച്ചു. ചപ്പാത്തി പരത്തണോ ബാക്കിയുള്ള ചോറ് ചൂടാക്കണോ? വിശപ്പ് തോന്നുന്നേയില്ല. നേരത്തെ പറ്റി ഒരു ധാരണയുമില്ല. ബാറ്ററി മാറ്റാത്തതുകൊണ്ട് ചുമരിലെ ക്ലോക്ക് നടക്കുന്നില്ല. എൻ്റെ വാച്ച് അലമാരിയിലോ മേശവലിപ്പിലോ എവിടെയാണാവോ. വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോഴേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഫോൺ അടിച്ചപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. ഒരു പക്ഷേ ഭാസ്കരേട്ടൻ. അമ്മിണിയാണ്. നോക്കൂ രുക്മിണി, പൂനെയിൽ ശങ്കരേട്ടൻ വിളിച്ചു. രസം കേൾക്കണോ? അവിടെ മഴയേയില്ല. മുത്തശ്ശി പറഞ്ഞതാണ് ഓർമ്മ വന്നത്. കലികാലത്തിൻ്റെ അന്ത്യത്തിൽ ദേശം പകുത്താണ് മഴ പെയ്യുക. എന്നിട്ട് വിനീത വന്നത്. നീ എന്താ പറയാത്തത്? വിനീത ദുബായിലല്ലേ? പിന്നാരോ വന്നത്? വാസന്തിയോ? ഭാസ്കരൻ സാബ് ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്തിട്ടുണ്ട്. കൂടെ മകളുമുണ്ടെന്ന് ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു. ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചത്. ഞാനൊന്നും മിണ്ടിയില്ല. ഭാസ്കരേട്ടനെ കിട്ടിയില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോൾ അവർ റെസ്റ്റോറൻറ്റിലാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് സംസാരിച്ച ശേഷം ഞാൻ അമ്മിണി ബുദ്ധിമുട്ടേണ്ട, ആളവിടെ എത്തി എന്നറിഞ്ഞല്ലോ. സമാധാനം. ഞാൻ ഫോൺ വെച്ചു. പിന്നെ സ്വീകരണ മുറിയിലും കിടപ്പറകളിലും വെറുതെ നടന്നു കുറേ നേരം. പിന്നെ ജനാലകൾ തുറന്നു. കാറ്റിൻ്റെ ഇരമ്പത്തിന് ഒരു താളക്രമമുണ്ടെന്ന് തോന്നി. മുൻവാതിൽ തുറന്നപ്പോൾ കോലായിൽ നിന്ന് വെള്ളം സ്വീകരണ മുറിയിലേക്ക് അടിച്ചു കയറി. നടുവിലെ കാർപ്പറ്റിലേക്ക് പരന്നു.
അതിൻ്റെ നരച്ച പച്ച നിറം മാറി മാറി വന്നു. ഫോണിൽ ഒരു നിമിഷത്തെ കിലുക്കമുണ്ടായി. എടുത്തു നോക്കിയപ്പോൾ നിശബ്ദം. അനക്കമില്ല. യന്ത്രം മരിച്ചു കഴിഞ്ഞു. ഇനി പുറത്തു നിന്നുള്ള വിളികളും ഈ വീട്ടിലേക്ക് വരില്ല. തുറന്ന വാതിൽക്കൽ നിന്നപ്പോൾ ആകെ നനഞ്ഞു. ഇക്കിളി കൂട്ടുന്ന തണുപ്പ്. പുറത്ത് മുറ്റത്ത് പൊന്തിയ വെള്ളം അലയടിക്കുന്ന ശബ്ദം കേൾക്കാം. വരാന്തയിലേക്ക് കടന്നു. ഇരുട്ട് അലകളുടെ ശബ്ദം. വലിയ മൂളം തണ്ടിലൂടെ ആരോ ഊതുന്ന പോലെ കാറ്റിൻ്റെ ശബ്ദം. ഇപ്പോൾ പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. കോളനിയിലെ നടപ്പാതകളിലും ഗേറ്റിലും ഉണ്ടായിരുന്ന വിളക്കുകൾ കൂടി. ആകെ ഇരുട്ടായപ്പോൾ കൂടുതൽ സുഖം തോന്നി. ഇത് പ്രളയം തന്നെയായി മാറിക്കഴിഞ്ഞു. എല്ലാം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാൻ ഒരാലിലയിൽ വെള്ളത്തിന് മീതെ പാറി നടന്നില്ലേ? എന്തൊരു ശാന്തതയായിരിക്കും അപ്പോൾ. ഞാൻ വാതിൽപ്പടിമേൽ തല ചായ്ച്ച് വരാന്തയിൽ നീണ്ടു നിവർന്ന് കിടന്നു. വെള്ളത്തിൻ്റെ തണുത്ത വിരലുകൾ വാരിയെല്ലിൻ താഴെക്കൂടി പുറത്തേക്ക് തിരക്കി കയറുന്നു. ചിരിച്ചു കിടത്താൻ നോക്കുന്ന കുസൃതി കൈകൾ, ഇക്കിളിപ്പെടുത്താൻ നോക്കുന്ന നനഞ്ഞ വിരലുകൾ. ആകെ മുങ്ങിയ നഗരത്തിന് മുകളിൽ വെള്ളത്തിൽ പാറി നടക്കുന്നത് സങ്കല്പിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ കിടന്നു. ആശ്വാസം. മനസ്സ് സ്വസ്ഥം. ഭയമില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. പുതുതായി വീട്ടിലേക്ക് വരുന്നവർക്കായി അകത്തുള്ളവർ സ്ഥലം മാറി. ഉള്ള സ്ഥലത്ത് എല്ലാവരും നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോൾ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ഷേഫാലി ആഫീസുകാർ തിരക്കുമ്പോൾ കണ്ട രൂപം ഇപ്പോൾ നീണ്ടു നിവർന്നു നിന്ന് ചെരുപ്പിൻ്റെ വാറഴിക്കുന്നു. ഭാസ്കരേട്ടൻ കണ്ടു. നിവർന്നിരുന്നു. അവളെ ആകുലഭാവത്തിൽ നോക്കി. അവൾ പരിചയമുള്ള മറ്റൊരു മുഖം കണ്ട് ആശ്വാസത്തോടെ അവർക്കടുത്തേക്ക് നടന്ന് എന്തോ വളരെ പതുക്കെ സംസാരിച്ചു. ഭാസ്കരേട്ടൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അവൾ അടുത്തു വന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ അതുവരെ കരുതിവെച്ച കണ്ണീര് തുറന്നുവിടാൻ അവൾ എല്ലാവരോടുമായി പറഞ്ഞു, ഞാനൊന്ന് പോയി വരാം. 11-ന് എയർപോർട്ടിൽ അങ്കിൾ വരുന്നു. അവൾ പോകും മുൻപ് ഭാസ്കരേട്ടൻ്റെ മുന്നിൽ നിന്നു. പോയിട്ട് വരാം. അപ്പോഴാണ് വലിയ തമാശയുണ്ടായത്. വാക്കുകളില്ലാത്ത തമാശ. എനിക്ക് മാത്രമേ മനസ്സിലാവൂ. ഇനി എനിക്ക് നീയേ ഉള്ളൂ എന്ന ദൈന്യഭാവത്തിൽ ഭാസ്കരേട്ടൻ നോക്കുന്നു. അവളുടെ മറുപടിയും നോട്ടത്തിൽ തന്നെ. തള്ളയുണ്ടായിരുന്നപ്പോൾ അതൊരു വിനോദം. പക്ഷേ പടുവൃദ്ധൻ്റെ ഭാരം ഏറ്റെടുക്കുമെന്ന വിചാരം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് ഷേഫാലിയുടെ കണ്ണുകൾ അറിയിക്കുന്നു. എന്നിട്ട് അവൾ പുറത്തേക്ക് നടന്നു. തിരിച്ചു വരില്ല എന്ന് അവിടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം. തമാശയ്ക്ക് കൂടുതൽ എന്തു വേണം? എനിക്ക് ഒന്ന് വൃത്തിയായി ചിരിക്കണമെന്നുണ്ടായിരുന്നു. ഭാസ്കരേട്ടൻ്റെ ദൈന്യം മാറ്റാനെങ്കിലും. പക്ഷേ കഴിയില്ലല്ലോ. ഡൈനിങ് ടേബിളും സോഫകളും നീക്കി സ്ഥലമുണ്ടാക്കി എന്നെ പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണല്ലോ. ഇവർ ശവം കൊണ്ടുപോകുന്നത് നാട്ടിലെ പോലെ നിശബ്ദം. തല താഴ്ത്തി. ഇടയ്ക്ക് വല്ല പെറുപെറുപ്പും മാത്രമായിട്ടാണോ? വടക്കേ ഇന്ത്യയിൽ വന്ന ശേഷം പലതുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശവമെടുപ്പ് നന്ന്. ആളുകൾ ചേർന്ന് ചെണ്ടകൊട്ടി രാം നാം സത്ഹേ എന്ന് കൂട്ടമായി ആർത്തുവിളിച്ച് ആഘോഷമായിട്ടാണല്ലോ ശ്മശാനയാത്ര. എനിക്ക് ചുറ്റുമായി വീണ്ടും ഒരാഘോഷം നടക്കട്ടെ. രാം നാം സത്ഹേ. ഇവിടെ മരിച്ച വീട്ടിൽ എത്തിയവർ അധികവും വടക്കുള്ളവരല്ലേ? വടക്കൻ സമ്പ്രദായം മതി. രാം നാം സത്ഹേ.